കാലം അരനൂറ്റാണ്ടിലേറെ പിറകോട്ട് സഞ്ചരിക്കുകയാണ്. 1960കളുടെ അവസാനം. കൊൽക്കത്ത നഗരത്തിന് ഇന്നത്തെ പ്രൗഢിയും തിളക്കവുമില്ല. ദാരിദ്ര്യവും രാഷ്ട്രീയ അശാന്തിയും തെരുവുകളിൽ അലയടിച്ച കാലഘട്ടം. എന്നാൽ ദാരിദ്ര്യത്തെക്കാൾ ഭയാനകമായ മറ്റൊന്ന് നഗരത്തിന്റെ കോണുകളെ കീഴടക്കിയിരുന്നു: കുഷ്ഠരോഗം. ആയിരക്കണക്കിന് മനുഷ്യർ ശരീരത്തിനും മനസ്സിനും മുറിവേറ്റ് ആരും കാണാതെ അലഞ്ഞു തിരിഞ്ഞു. കണക്കുകൾ പ്രകാരം നഗരത്തിൽ മാത്രം 50,000-ത്തിലധികം ആളുകളാണ് കുഷ്ഠരോഗത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ച് തെരുവിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ആ കാലത്ത് കുഷ്ഠരോഗമെന്നാൽ കേവലം ഒരു ശാരീരിക അസുഖം ആയിരുന്നില്ല. അത് ദൈവശാപമായി സമൂഹം തെറ്റിദ്ധരിച്ചിരുന്നു. രോഗികളുടെ കൈകാലുകളിലെ വിരലുകൾ അഴുകിപ്പോവുകയും മുഖത്തും ശരീരഭാഗങ്ങളിലും മായ്ക്കാനാവാത്ത വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. രോഗത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും ആളുകളെ വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പുറത്താക്കി. കുഷ്ഠരോഗികളുടെ സമൂഹം തെരുവുകളിലും പാലങ്ങൾക്കടിയിലും അഭയം തേടി. സമൂഹത്തിന്റെ വിദ്വേഷം അവരെ ദുഃഖിതരും മനോരോഗികളുമാക്കി മാറ്റി. ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഒരേയൊരു വെളിച്ചമേ ഉണ്ടായിരുന്നു: മദർ തെരേസയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി. ഇതിനായി ശാന്തിനഗർ എന്ന പുനരധിവാസ കേന്ദ്രവും തെരുവ് ക്ലിനിക്കുകളും ആരംഭിച്ചു. ഇത് കേവലം ഒരു ചികിത്സയായിരുന്നില്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വം അവർക്ക് തിരിച്ചു കൊടുക്കലായിരുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം ഏറെ പുരോഗമിച്ചു. മൾട്ടി ഡ്രഗ് തെറാപ്പിയിലൂടെ രോഗവ്യാപനം തടയാൻ നമുക്ക് കഴിഞ്ഞു. എങ്കിലും ഇന്നും പലയിടങ്ങളിലും അജ്ഞത മൂലം രോഗികളോടുള്ള വിവേചനം പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. 60 വർഷങ്ങൾക്ക് മുൻപ് പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേവലം പഴയൊരു ചരിത്രമല്ല, മാനവികതയുടെയും ബോധവൽക്കരണത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. രോഗത്തെ ഭയക്കുന്നത് പോലെ തന്നെ രോഗികളോടുള്ള വിവേചനത്തെയും സമൂഹത്തിന്റെ അറിവില്ലായ്മയെയും അശാസ്ത്രീയമായ ചികിത്സയെയും നാം ഭയപ്പെടേണ്ടതുണ്ട്.